മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹിയും മാർക്കോ വിളിച്ചു പറഞ്ഞ പ്രകാരം പ്രതാപനും വാമദേവനും ഹോസ്പിറ്റലിലാണെന്ന കാര്യം അനന്തുവിനോടും ലേഖയോടും പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അനന്തു ആണെങ്കിൽ പറയുന്നുണ്ട്, അജ്ഞാതൻ്റെ രൂപത്തിലും അതുപോലെ മാർക്കോൻ്റെ രൂപത്തിലും ദൈവം തന്നെയാണ് നിങ്ങളുടെ അരികിലേക്ക് ഇയാൾ എത്തിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ലേഖ ഒരു സംശയം പറയാണ്, ഈ ശത്രുപക്ഷം തന്നെയായിരിക്കുമോ ഈ മാർക്കോനെ നിങ്ങളുടെ അരികിലേക്ക് അയക്കുന്നത്? ആദ്യം നിങ്ങളെ വിശ്വസിപ്പിക്കുക രക്ഷകനാണെന്നും പിന്നീട് ഇയാളെ കൊണ്ട് തന്നെ നിങ്ങളെ തീർക്കാനുമായിരിക്കുമോ ഇവർ പ്ലാൻ ചെയ്യുന്നത്? എനിക്കൊരു സംശയമാണെന്നെല്ലാം ലേഖ പറയാണ്. ഇത് കേൾക്കുന്ന കണ്ണൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, അവനൊരു രക്ഷകൻ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ എത്ര അവസരങ്ങളുണ്ടായിട്ട് ഞങ്ങളെ കൊല്ലാണ്ട് അവൻ ഞങ്ങളെ രക്ഷിക്കുകയല്ലേ ചെയ്തത്? എന്തായാലും ആരോ ആ സമയത്ത് അവനെ പറഞ്ഞയക്കുന്നതെന്ന് കണ്ണനും അതുപോലെ മഹാലക്ഷ്മിയും തീർത്ത് പറയുന്നുണ്ട്. കണ്ണനും അതുപോലെ മഹാലക്ഷ്മിയും പറയുന്നുണ്ട്, ഈ മാർക്കോനെ എന്തായാലും നമുക്കൊന്ന് കണ്ടെത്തി പിടിക്കണം. അപ്പോൾ അനന്തും പറയുന്നത് ശരി തന്നെ, ഈ മാർക്കോ എന്ന് പറഞ്ഞ ഗുണ്ട നമ്മുടെ ഈ നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അയാളെ പൊക്കണമെന്ന് അനന്തവും തീർത്ത് പറയുകയാണ്. അതേസമയം മോഹിനിയാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട്, പ്രതാപേട്ടൻ വരേണ്ട സമയമായിട്ടും വന്നിട്ടില്ല, എനിക്ക് ആകെ ഒരു ഭയം തോന്നുന്നു. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, ഇവൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എന്നോട് പറയാറുണ്ട്, ഇന്നൊന്നും പറഞ്ഞില്ലല്ലോ, നേരം വൈകുന്ന കാര്യമെന്നെല്ലാം പറഞ്ഞ് അവരാകെ വേവലാതിപ്പെടുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി കരുണ മോളെ ഫോൺ ചെയ്യുന്നുണ്ട്. ഇതുവരെ അച്ഛൻ തിരിച്ചു വന്നിട്ടില്ല മോളെ. ഇത് കേൾക്കുന്ന കരുണ അലറി ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ എന്ത് പറ്റി, അച്ഛൻ എവിടേക്ക് പോയി എന്നെല്ലാം എടുത്ത് ചോദിക്കുന്നു. അച്ഛനൊന്നും പറഞ്ഞില്ലേ മുത്തശ്ശി എന്നെല്ലാം ചോദിച്ച് കരുണ വിഷമിക്കാൻ തുടങ്ങുകയാണ്. ഇതേ സമയം തന്നെ അവിടേക്ക് ദുർഗ കടന്നു വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നലെ മുതൽ വാമേട്ടനെയും കാണാനില്ല, എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഉണ്ണിയും പറയുന്നു. അങ്ങനെ ഉണ്ണി വാമൻ്റെയും അതുപോലെ പ്രതാപൻ്റെയും ഫോണിലേക്കെല്ലാം വിളിച്ചു നോക്കുന്നുണ്ട്. ആരെ വിളിച്ചിട്ടും അവരൊന്നും കിട്ടുന്നില്ല. അതേസമയം മോഹിനിയാണെങ്കിൽ മഹാലക്ഷ്മിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അച്ഛനെയും ഇതുപോലെ കാണാനില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മ പേടിക്കേണ്ട, എൻ്റെ രണ്ടാനച്ഛനെയും അതുപോലെ കണ്ണേട്ടൻ്റെ അമ്മാവനെയും തപ്പാനായിട്ടൊന്നും നോക്കണ്ട, അവർ രണ്ടുപേരും സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എന്നെയും കണ്ണേട്ടനെയും അപായപ്പെടുത്താൻ നോക്കിയപ്പോൾ ദൈവം അവർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുത്താണെന്നും പറയുന്നുണ്ട് മോഹിനിയോട്. പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയാണ്. പ്രതാപന് അത്യാവശ്യം കാലിനും കൈക്കും അതുപോലെ ദേഹാസകലം നല്ല പഞ്ചറായിട്ടുണ്ട്. പിന്നെ വാമനാണെങ്കിൽ അധികം അത്ര കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, എന്തായാലും ഒരാളുടെ പരസഹായം ഇല്ലാതെ പ്രതാപന് കുറച്ച് നാളത്തേക്ക് ഒന്നും ചെയ്യാനാവില്ല, വീൽ ചെയറിന് സഹായം ആവശ്യമായിട്ട് വരുമെന്നെല്ലാം ഡോക്ടർ പറയുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡുകൾ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.